ശ്രീ എൻ ശ്രീകുമാർ, ഡോക്ടർ തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പല പല സന്ദർഭങ്ങളിൽ അത് നരേന്ദ്രമോദിയെ സ്തുതിക്കുന്ന കാര്യത്തിലായാലും, കോൺഗ്രസിൻ്റെ നയങ്ങളെ വിമർശിച്ച് അല്ലെങ്കിൽ നയങ്ങൾക്കെതിരായി നിലപാടുകൾ അറിയിക്കുന്ന കാര്യത്തിലായാലും, പിണറായി വിജയൻ സർക്കാരിൻ്റെ നന്മകളെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അതെല്ലാം ചെന്നെത്തുന്നത് ഒടുവിൽ ഒരു പാർട്ടി ലൈനിന് വിരുദ്ധമായി തരൂർ സംസാരിക്കുന്നു എന്നതിലേക്കാണ്. സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെ വലിയ അതൃപ്തിയുണ്ട് തരൂർ ഇങ്ങനെ പാർട്ടി ലൈൻ വിട്ട് മുന്നോട്ട് പോകുന്നതിൽ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഒന്നിനോടും പ്രതികരിക്കേണ്ട എന്നാണ്. തരൂർ അങ്ങനെ വിമർശിച്ച് അല്ലെങ്കിൽ പാർട്ടി ലൈനെതിരെ സംസാരിച്ച് അവിടെ കിടന്നുകൊള്ളും, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന ഒരു സമീപനമാണോ ഹൈക്കമാൻഡിനുള്ളത്? അതല്ല, തരൂർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രതികരണം കൊടുത്ത് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കേണ്ട എന്നതാണോ? എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് മൗനം തുടരുന്നത് ഇത്രയധികം പ്രകോപനമുണ്ടായിട്ടും? നോക്കൂ ഗോപികൃഷ്ണൻ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക സമിതി അംഗം BJPയുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ ആ പാർട്ടിക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം, പുറത്താക്കണം എന്നൊരാഗ്രഹം ഒരാൾ കൊണ്ടു നടക്കുമ്പോൾ ആ ആളെ അവഗണിച്ച് വിടുക എന്നുള്ളതാണ് നല്ല രാഷ്ട്രീയ തന്ത്രം. ഒരു പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, പ്രശ്നങ്ങളല്ല, അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്, അത് വെട്ടിലാക്കുകയല്ല. അദ്ദേഹത്തെ ജയിപ്പിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരിലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ശശി തരൂർ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ആളാക്കി പുറത്തേക്ക് വിടുന്നതിന് പകരം അവഗണിച്ച് ഒരാൾ പുറത്തു പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒരു നേതാവിൻ്റെ വിശ്വാസ്യത അപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു നല്ല ഒരു രാഷ്ട്രീയ തന്ത്രം, എന്തായാലും കോൺഗ്രസ് ഒരു വലിയ തന്ത്രം മെനയാതിരിക്കില്ലല്ലോ, സംശയമില്ലാത്ത കാര്യമല്ലേ. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് എന്താ അനങ്ങാതിരിക്കുന്നതൊക്കെ ചോദിച്ചാൽ അത് അവർക്കൊരു സ്ട്രാറ്റജി എന്തായാലും കാണുമല്ലോ, അല്ലാണ്ട് വെറുതെ ആവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അതിൻ്റെ നടപടി ഏതാണ്ട് ഒരു സൂചനയൊക്കെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും പ്രതികരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം അങ്ങനെ നടന്നോട്ടെ. ഇപ്പോൾ അദ്ദേഹം ശശി തരൂര് ഒരു കാര്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കിക്കോളൂ, കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അതുപോലെ കോൺഗ്രസിന് വോട്ട് ചെയ്തവരുടെ മനസ്സിൽ ശശി തരൂർ ഇന്നൊരു കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ഒരു മോദി ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അധികാര രാഷ്ട്രീയത്തിലെ ഇങ്ങനെ താങ്കൾ വിചാരിക്കുന്നുണ്ടോ ശശി തരൂർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന താങ്കൾ പറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്ത് ഒറ്റയ്ക്കാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് തരൂരിനെ അങ്ങ് അവഗണിക്കാം, എന്നിട്ട് തരൂർ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രതിച്ഛായയുമായി തരൂർ പോണ്ട എന്നതാണ് പാർട്ടിയുടെ തന്ത്രം ഇപ്പോഴെങ്കിൽ, ഈ മൗനത്തിന് പിന്നിലെ തന്ത്രമെങ്കിൽ തരൂർ ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തിന് പിന്നിൽ ആരുമില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ തരൂർ നേടിയ വോട്ടുകൾ താങ്കളുടെ ശ്രദ്ധയിലുണ്ടല്ലോ അല്ലേ? തരൂരിനൊപ്പം കോൺഗ്രസിൻ്റെ ചില അപൂർവ നേതാക്കളുണ്ടായിരുന്നു, കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമില്ല. ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, ശ്രീ ഗോപികൃഷ്ണൻ കേരളത്തിലെ കാര്യം അറിയാമല്ലോ. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം അന്ന് പ്രസംഗിക്കാതിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റ് LDF ഇന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ നേതാക്കളുടെ പ്രസംഗമല്ല കാര്യം, മറ്റുള്ള ഇവിടെയുള്ള KPCC നേതാക്കളുടെയും UDF നേതാക്കളുടെയും പ്രവർത്തനമാണ് കാര്യമെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ ശശി തരൂരിനെ കുറിച്ച് ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാലേ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഇന്നൊരു ചർച്ചയാക്കുന്നില്ല. കഷ്ടമായി പോയി, അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ശശി തരൂരിനെ പറ്റിയെന്ന് വെച്ചാൽ അധികാര രാഷ്ട്രീയത്തോടെ അദ്ദേഹം താല്പര്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആശയദാരിദ്ര്യം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഈ ആശയദാരിദ്ര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ പോലും കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെയും നെഹ്റുവിനെയും വേണ്ട വിധത്തിൽ പുകഴ്ത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ കഴിഞ്ഞ വർഷം ജൂണിൽ പുകഴ്ത്തിയ ഒരാൾ ഇന്ന് നരേന്ദ്രമോദിയാണ് വ്യക്തിപ്രഭാവമുള്ള നേതാവെന്നും BJPയാണ് കോൺഗ്രസിൻ്റെ നയങ്ങളെക്കാൾ നല്ലതെന്ന് പറയുമ്പോൾ അദ്ദേഹം UPAയുടെ മറ്റേ മന്ത്രിസഭയിലൊരു അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭരണഘടനയെ മാനിച്ചിരുന്ന ഒരാളാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം ഇന്നേ വരെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ കോൺഗ്രസിനേക്കാൾ നല്ലത്, കോൺഗ്രസിൻ്റെ കാലത്തേക്കാൾ മികച്ചെന്ന്. എങ്കിൽ ഇങ്ങനെ പറയട്ടെ അദ്ദേഹം, കോൺഗ്രസ് ഈ നാട്ടിൽ ഇനി കാര്യമില്ല, ഇനി BJPയുടെ നാളുകളാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ അദ്ദേഹം തള്ളിപ്പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ആശയദാരിദ്ര്യം, അതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് അദ്ദേഹം നേരത്തെ അത് എല്ലാവർക്കും അറിയാം, അത് സാധാരണ രാഷ്ട്രീയമാണ്. ഒന്ന് പുറത്താക്കി കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കാം.
പക്ഷേ നോക്കൂ, അതിൽ വലിയ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം ചുരുങ്ങിയ വോട്ടിനാണ് ജയിച്ചത്. കാരണം നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതൊന്നും വലിയ ആളുകളായിട്ടല്ല. അവരൊക്കെ നമ്മുടെ കേരള പൗരന്മാരാണ്. രാജ്ഭവൻ ഉണ്ണിത്താൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ജയിച്ചത് അങ്ങനെയാണ്. അവർക്കൊക്കെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 16,000. അത് ആ മത്സ്യത്തൊഴിലാളി അവസാനം സഹായിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാം വ്യക്തമായിട്ട്. പക്ഷേ അദ്ദേഹം ഒരു പ്രവർത്തക സമിതി അംഗമാണ്. അത് ഗോപികൃഷ്ണൻ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാര്യം 1-2 വർഷം മുമ്പ് ചർച്ച ചെയ്തപ്പോഴേ ഞാനെന്നും ശശി തരൂരിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്ത ഒരാളായതുകൊണ്ട് എനിക്കിതിൽ ഒരു പുതുമയും തോന്നുന്നില്ല. അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിക്കുമ്പോൾ തൊട്ട് ഞാൻ അദ്ദേഹത്തെ എതിർത്തിരുന്ന ഒരാളാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിന് യോജിച്ച ഒരാളല്ല ശശി തരൂരിൻ്റെ നിലപാടുകളെന്ന് വ്യക്തമായും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AICCയിലേക്ക് മത്സരിച്ച 1000-ലധികം വോട്ട് അദ്ദേഹം നേടി. ആ വോട്ട് അദ്ദേഹം നേടിയ ആ വോട്ട് അന്ന് കോൺഗ്രസിൻ്റെ വോട്ടായിരുന്നു. കാരണം പാർട്ടിയിലൊരു ജനാധിപത്യം വരട്ടേന്നത്. പക്ഷേ ആ ജനാധിപത്യം ഭംഗിയായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ നിർവഹിക്കുന്നതുകൊണ്ട് അന്ന് അദ്ദേഹത്തോടൊപ്പം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആനന്ദ ശർമ്മ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ വളരെ സജീവമാണ്. ആ ആനന്ദ ശർമ്മയാണ് വിദേശത്തേക്ക് AICC നിയോഗിച്ചതും. നിങ്ങൾ നോക്കൂ, ഇതിലും വലിയ നേതാക്കളെ നമ്മുടെ കശ്മീരിലെ ഗുലാം നബി പോയിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല കോൺഗ്രസിന്. അത് മാത്രവുമല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീകുമാർ സാർ, അതായത് ശശി തരൂരിന്റെ ഗാന്ധി കുടുംബത്തിന് നേരെയുള്ള അദ്ദേഹത്തിന്റെ അവജ്ഞയാണെങ്കിലും അദ്ദേഹത്തിന്റെ വിമർശനമാണെങ്കിലും അതല്ല അദ്ദേഹം കുടുംബാധിപത്യത്തെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ ദൈക്ഷണികമായ നിലപാടാണെങ്കിലും ഇതെന്താണെങ്കിലും അദ്ദേഹം മുൻപ് അദ്ദേഹത്തിന്റെ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം അതിൽ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ നിശബ്ദത പാലിച്ചു. പല സന്ദർഭങ്ങളിൽ അദ്ദേഹം മിണ്ടാതിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുൻ നിലപാടുകളൊക്കെ വീണ്ടും വീണ്ടും പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വംശാധിപത്യം അടുത്തെങ്ങും അവസാനിക്കാൻ പോകുന്ന ലക്ഷണമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ മകൻ 1970 ജനിച്ച രാഹുലിനും 2 വയസ്സിന് ഇളയ കുറെ കൂടി അധികാരമോഹമുണ്ടെന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ തനി സ്വരൂപം എന്ന ആരാധകരാൽ വാഴ്ത്തപ്പെടുന്ന പ്രിയങ്കയ്ക്കും പാർലമെന്റ് അംഗങ്ങളാകാനുള്ള പ്രായമായി വരുന്നു. അവരിൽ ഒരാൾക്ക് വേണ്ടി പിതാവിൻ്റെ സീറ്റ് സജ്ജമാക്കി വെക്കണമെന്ന് നിരീക്ഷകർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ 1998 തരൂർ വിലയിരുത്തുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വംശാധിപത്യത്തിനെതിരെ, ഗാന്ധി കുടുംബത്തിൻ്റെ ഈ അധികാരമോഹത്തിനെതിരെ, അല്ലെങ്കിൽ ചരിത്രം എല്ലാ കാലത്തിലും അവർക്കൊപ്പം നിന്നു എന്നതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ദിഷണ കൂടി തരൂരിനുള്ളിൽ വളർന്നു വന്നിരുന്നു. അത് ഫലപ്രദമായി അല്ലെങ്കിൽ കുറെ കൂടി ശൗര്യത്തോടെ, മൂർച്ചയോടെ വീണ്ടും വീണ്ടും തരൂർ എടുത്ത് പ്രയോഗിക്കുന്നു എന്നതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കേവലം രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം മറ്റു ചിലത് കൂടി തരൂർ കണക്ക് കൂട്ടുന്നുണ്ട് എന്ന് വിലയിരുത്തിയാൽ താങ്കൾ യോജിക്കുമോ? ഗോപികൃഷ്ണൻ, അതിൽ പുതുമയില്ല. എന്താണെന്നറിയോ, ശശി തരൂരിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നന്നായിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം UPA ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരുന്നതും കോൺഗ്രസ്സിൽ മത്സരിച്ചിട്ട് മന്ത്രിയാകുന്നതും. അതറിയാമല്ലോ, അദ്ദേഹത്തിന് സ്ഥാനം പാർട്ടിയാണല്ലോ കൊടുത്തേ. അതിനുശേഷം അദ്ദേഹത്തിന് നിലപാട് മാറും. അത് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം ഇന്നത്തെ നിലപാടല്ല നാളെ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം നിലപാടെടുക്കും. കാരണം അദ്ദേഹം ഒരു ഉറച്ച പാർട്ടിക്കാരനായിട്ട് ആരും കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാഷ്ട്രീയ പാരമ്പര്യം കുറവാണ്, 10-14 വർഷമായിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടൊരു പുതുമയില്ല. പക്ഷേ അങ്ങനെ നിലപാട് മാറുമ്പോൾ ആ നിലപാട് മാറ്റം അന്തസ്സായിട്ട് നടത്തി പോകണം. അത്രേ പ്രശ്നമുള്ളൂ. കോൺഗ്രസ് നിൽക്കണമെന്ന് ആരും പറയുന്നില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയങ്ങളോട് യോജിപ്പില്ല. വംശാധിപത്യവും കുടുംബാധിപത്യവും എല്ലാം ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ വന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു മാന്യമായ രാഷ്ട്രീയമുണ്ട്. BJPയിലേക്കോ CPMലേക്കോ എവിടേക്ക് വേണമെങ്കിലും ആർക്കും പോകാമല്ലോ. മറ്റുള്ളവരിലേക്ക് കൂടി പോകണം. അവിടെ ശ്രീകുമാർ സാർ, തരൂർ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ എന്ത് കാരണം കൊണ്ടാണോ കോൺഗ്രസ് അവരുടെ സ്വത്തെന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിൽ കോൺഗ്രസ് കണ്ട അതേ ഗുണങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ നേതൃഗുണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗോളതലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയാണെങ്കിലും എന്താണെങ്കിലും അത് വേണ്ട വിധത്തിൽ പാർട്ടിക്കകത്ത് പ്രയോജനപ്പെടുന്ന തരത്തിൽ വിനിയോഗിക്കാൻ പാകത്തിലൊരു അവസരം ഇനി തനിക്ക് കോൺഗ്രസിൽ നിന്നാൽ കിട്ടില്ല. കാരണം അത് വെട്ടാൻ കാത്തു നിൽക്കുന്ന KC വേണുഗോപാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയും തലപ്പത്തുള്ളപ്പോൾ ഒരു ഘട്ടത്തിലും എനിക്കിനി ഉയർന്നു വരാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും കൂടുതൽ മികച്ച സ്ഥാനമാനങ്ങൾക്ക്, രാജ്യത്തെ സേവിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ചിറകുകൾ, നിങ്ങളുടെ ചിറകുകൾ
നിങ്ങളുടേതാണ്, പക്ഷേ ആകാശം ആരുടെയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് പറയാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുത്തുകാരൻ എന്ന നിലയിൽ, പ്രാസംഗികൻ എന്ന നിലയിൽ, പ്രഭാഷകൻ എന്ന നിലയിൽ, ഗവേഷകൻ എന്ന നിലയിലൊക്കെ ധാരാളം ക്ഷണങ്ങൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതല്ലെങ്കിൽ പറയണം, ഞാൻ വിട്ടിട്ട് പോകാം എന്ന് നേതൃത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചില്ലേ? എന്ത് പരിഗണനയാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? അദ്ദേഹത്തെ നിർത്തി മത്സരിപ്പിച്ചു എന്നതോ? അത് മാത്രമല്ലേ ഉള്ളൂ. നോക്കൂ ഗോപീഷൻ, താങ്കളുടെ ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ താങ്കളുടേതായ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നോക്കൂ, ഇവിടെ ഇതുപോലെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് പേര് കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. അതിൽ KR നാരായണൻ രാഷ്ട്രപതിയായല്ലോ, ഓർമ്മയുണ്ടല്ലോ. അരുൺ നെഹ്റു, അരുൺ സിംഗ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ മണിശങ്കർ അയ്യർ, നട്വർ സിംഗ്, ഇങ്ങനെ എത്രയോ പേര് ശശി തരൂരിനെ പോലെ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ പലരും പിന്നീട് കോൺഗ്രസ് വിട്ടുപോയി. ഇപ്പോൾ നട്വർ സിംഗ് അടക്കം കോൺഗ്രസിനെ വിമർശിച്ചു പോയി. മണിശങ്കരെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യാം. പക്ഷേ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചു വിട്ടൊരു MP ആണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആ പദവികൾ കൊടുത്തു. പക്ഷേ കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിപക്ഷത്തായി. അപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. പകരം അദ്ദേഹത്തിന് താല്പര്യമുള്ള വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അംഗമായിട്ട് കോൺഗ്രസ് അദ്ദേഹത്തെ നിയോഗിച്ചു. അതേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് പറ്റില്ലല്ലോ. പക്ഷേ ശശി തരൂർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന് ഇത് പറ്റില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം നമ്മുടെ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സുകാരനാണെന്നതിനെക്കുറിച്ച്. നോക്കൂ, ശശി തരൂരിന് ഇപ്പോൾ കോൺഗ്രസിനോട് താല്പര്യമില്ല. കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനോടും താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് ജനങ്ങൾ കോൺഗ്രസ് കൊടുത്ത ഒരു വലിയ സമ്മാനമുണ്ട്, MP സ്ഥാനം എന്നുള്ളത്. അത് അദ്ദേഹം രാജിവെച്ചാൽ മതി, പ്രശ്നമില്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ എന്താ അദ്ദേഹത്തെ അടുത്ത തവണ ക്ഷണിക്കാതിരുന്നാൽ ആ പ്രശ്നം കഴിഞ്ഞു. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നില്ലെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ അതല്ലല്ലോ MP സ്ഥാനം എന്നുള്ളത്. ആ MP സ്ഥാനം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തിരുവനന്തപുരംകാർ കൊടുത്ത കൈപ്പത്തി ചിഹ്നത്തിലാണ് കൊടുത്തത്. അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് അദ്ദേഹം ഇന്ന് ആസ്വദിക്കുകയാണ്. എങ്കിൽ ഞാനിതാ എൻ്റെ MP സ്ഥാനം രാജിവെക്കുന്നു, പാർട്ടി നേതൃസ്ഥാനം അവർ തീരുമാനിക്കട്ടെ, എനിക്ക് താല്പര്യമുള്ള പാർട്ടിയിലേക്ക് പോകുന്നു പറഞ്ഞാൽ മതി. കാരണം ശശി തരൂരിന്റെ ബൗദ്ധിക നിലപാടല്ല അദ്ദേഹത്തിന്റെ ആ ധൈഷണിക നിലപാടും പോയിരിക്കുന്നു.